യെസ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തമിഴ്നാട് സന്ദർശനം തന്നെയാണ് ഈ മണിക്കൂറിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെന്നത്. അരുൺ ആലത്തൂർ ഗംഗേപുരം ചോളപുരത്ത് നിന്നും എസ് ശ്രീകാന്ത് ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. അരുൺ ആലത്തൂരിലേക്ക് പോകുകയാണ്. അരുൺ, പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ എങ്ങനെ കടന്നു പോകുന്നു? എത്രത്തോളം ഊഷ്മളമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് ഗംഗേപുരം ചോളപുരം എന്ന ഈ ചരിത്ര പ്രാധാന്യമായ സ്ഥലത്ത് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മളമായ വരവേൽപ്പ് തന്നെയാണ് ഗംഗൈകൊണ്ട ചോളപുരത്ത് ലഭിക്കുന്നത്. അദ്ദേഹത്തെ കാണുന്നതിനും അദ്ദേഹത്തെ കേൾക്കുന്നതിനും ഒക്കെയായി ക്ഷണിച്ചുകൂടി നിൽക്കുന്ന ആളുകൾ അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഹെലികോപ്റ്റർ ഇറങ്ങിയിട്ടുള്ള അവിടെ നിന്നും 3 കിലോമീറ്റർ ദൂരമാണ് ഈ ഗംഗൈകൊണ്ട ചോളപുരത്തെ ബൃഹദേശ്വര ക്ഷേത്രത്തിലേക്ക് ഉള്ളത്. ആ ക്ഷേത്രത്തിലേക്ക് 3 കിലോമീറ്റർ അദ്ദേഹം തടിച്ചുകൂടി നിൽക്കുന്ന ജനങ്ങളെയൊക്കെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ കടന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോഴേതായാലും അദ്ദേഹം ഏറ്റവും അതിന്റെ തുടക്കഭാഗത്ത്, അതായത് ഈ 3 കിലോമീറ്ററിൽ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നതിന്റെ ഏറ്റവും ആദ്യത്തെ ഭാഗത്താക്കാണ് എത്തിയിരിക്കുന്നത്. അവിടെ നിന്നും ഈ 3 കിലോമീറ്റർ കടന്നു വരേണ്ടതുണ്ട്. ഏതായാലും വളരെ പതിയെ തന്നെ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം ഇങ്ങോട്ടേക്ക് കടന്നു വരികയുള്ളൂ എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾ ഇങ്ങനെ ആവേശത്തോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവരൊക്കെ ചരിത്ര പ്രാധാന്യമുള്ള ഗംഗേശ്വരം ചോളപുരത്തെ മഹാശിവക്ഷേത്ര സന്ദർശനമാണ് പ്രധാനമന്ത്രി അല്പസമയത്തിനകം നടത്താൻ പോകുന്നത്. ദ ഗ്രേറ്റ് ലിവിംഗ് ചോള ടെമ്പിൾസ് എന്നറിയപ്പെടുന്ന 3 ക്ഷേത്രങ്ങളിൽ ഒന്നായ ഗംഗേശ്വരത്തെ ശിവക്ഷേത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കും. അതിലൊന്ന് തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രമാണ്. അത് നിർമ്മിച്ചത് രാജരാജ ചോളനാണ്. പിന്നീട് രാജരാജ ചോളന്റെ മകനായ രാജേന്ദ്ര ചോളൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ സന്ദർശിക്കാൻ പോകുന്ന ഈ ക്ഷേത്രം നിർമ്മിച്ചു. അതോടൊപ്പം തന്നെ ഐരാവതേശ്വര ക്ഷേത്രം. അങ്ങനെയുള്ള ഈ 3 ക്ഷേത്രങ്ങളും പൊതുവെ അറിയപ്പെടുന്നത് ദി ഗ്രേറ്റ് ലിവിംഗ് ചോള ടെമ്പിൾസ് എന്നാണ്. കാരണം ചോള സാമ്രാജ്യത്തിൻ്റെ അസ്തമയത്തിന് ശേഷം പിന്നീട് കടന്നു വന്നിട്ടുള്ള വിവിധ തലങ്ങളിലുള്ള ആക്രമണങ്ങളിൽ ആ നഗരങ്ങളൊക്കെ പൂർണ്ണമായിട്ട് തന്നെ തകർന്നു പോയി. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യം ഈ ക്ഷേത്രത്തിൻ്റെ മഹാഗോപുരത്തിൻ്റെ ദൃശ്യമാണ്. മുൻപ് ചോള സാമ്രാജ്യത്തിൻ്റെ ഭരണകാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള നിരവധി ഗോപുരങ്ങളും നിരവധി കെട്ടിടങ്ങളുമൊക്കെ നിറഞ്ഞ ഒരു വിശാലമായ നഗരമായിരുന്നു ആ പ്രദേശം. എന്നാൽ 13-ാം നൂറ്റാണ്ടിൽ ഈ സാമ്രാജ്യം അസ്തമിക്കുന്നതോടുകൂടി ഈ പ്രദേശങ്ങൾ പൂർണ്ണമായി ആക്രമിക്കപ്പെടുകയും പിന്നീട് നിലനിന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഐരാവതേശ്വര ക്ഷേത്രവും തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രവും അതുപോലെ തന്നെ നാം ഇപ്പോൾ കാണുന്ന ഗംഗൈകൊണ്ടയിലെ ഈ മഹാക്ഷേത്രവുമാണ്. അതിനാൽ തന്നെ പൊതുവെ ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത് തന്നെ ദി ഗ്രേറ്റ് ലിവിംഗ് ചോള ടെമ്പിൾസ് എന്നാണ്. കടന്നു വന്ന അധിനിവേശങ്ങളെ അതിജീവിച്ച് നിൽക്കുന്ന ഈ 3 മഹത്തായ ക്ഷേത്രങ്ങളെ പറ്റിയാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അരുൺ ആലത്തൂർ അവിടെ നിന്നും വീണ്ടും ചേരുന്നു. അരുൺ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ക്ഷേത്ര ദർശനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകങ്ങളിലൊന്ന് നേരത്തെ അരുണും ശ്രീകാന്തും സൂചിപ്പിച്ചതുപോലെ അതിന് രാഷ്ട്രീയ പ്രാധാന്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിലെല്ലാം അപ്പുറത്തേക്ക് ഭാരതത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഹിന്ദുത്വ ദേശീയതയും ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുക എന്നത് തന്നെയാണല്ലോ. കാരണം ഭാരതത്തിൽ ഒന്നാകെ ഒരേക സ്വഭാവം നിലനിൽക്കുന്ന ഘട്ടത്തിൽ അതിനെതിരായി കട്ടിംഗ് സൗത്ത് എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ രൂപപ്പെടുന്നത് ഇങ്ങ് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ്. അതിനാൽ തന്നെ അതിനൊക്കെ അപ്പുറത്തേക്ക് തമിഴൻ്റെ സംസ്കാരവും ജീവിത രീതിയും അത് ഈ മഹത്തായ ദേശത്തിൻ്റെ സംസ്കൃതിയുടെ ഭാഗമാണ് എന്നൊരിക്കൽ കൂടി അടിവരയിട്ടുകൊണ്ടല്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ ഈ മഹത്തായ ക്ഷേത്രം സന്ദർശിക്കുന്നത്? അരുൺ, തീർച്ചയായിട്ടും ഗൗതം, ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന് വിളിച്ചോതുക തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്ര സന്ദർശനത്തിലൂടെ എന്നുള്ളതാണ്. നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ കട്ടിംഗ് സൗത്ത് എന്ന തരത്തിൽ അതല്ലെങ്കിൽ വളരെ ശക്തമായ രീതിയിൽ കടുത്ത ദുരാഷ്ട്രവാദം ഉൾപ്പെടെ ഉന്നയിക്കുന്ന DMK അതുപോലെ തന്നെ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ ചേർന്നിട്ടുള്ള ഇന്ത്യ മുന്നണി തമിഴ്നാട്ടിൽ ഭരിക്കുമ്പോൾ, അതല്ലെങ്കിൽ കേരളത്തിൽ നിന്നുൾപ്പെടെ അത്തരത്തിൽ ഈ കേന്ദ്ര സർക്കാരിന്റെയും അതുപോലെ തന്നെ മറ്റ് ഭാരതത്തിന്റെ മറ്റ് പ്രദേശങ്ങൾ ഉത്തരേന്ത്യ ഉൾപ്പെടെ മറ്റൊരു ഭാഗമാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമുള്ള ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുന്ന ഈ
ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി തമിഴ്നാട്ടിലേക്ക് എത്തുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. കാരണം ഇതിനു മുൻപ് അദ്ദേഹം രാമേശ്വരത്തേക്ക് ഉൾപ്പെടെ എത്തിയിരുന്നു. രാമേശ്വരത്തേക്ക് പ്രധാനമന്ത്രി എത്തിയപ്പോൾ അന്ന് അദ്ദേഹം കൃത്യമായി വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യം എന്നുള്ളത് രാമേശ്വരം മുതൽ അങ്ങ് വാരണാസി വരെയുള്ള ഭാഗങ്ങൾ, അതല്ലെങ്കിൽ അയോധ്യയിലും രാമനും അതുപോലെ തന്നെ ആ രാമന്റെ ഈശ്വരൻ ഇരിക്കുന്നത് ഇന്ന് തമിഴ്നാട്ടിലാണ്, രാമേശ്വരത്തിലാണ് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അന്ന് വിളിച്ചോതുകയായിരുന്നു. ഏതായാലും അന്ന് അത്തരത്തിൽ ആ കൃത്യമായിട്ടുള്ള അരുൺ, ഈ പ്രധാനമന്ത്രിയുടെ രാമേശ്വരം സന്ദർശനം ഓർമ്മപ്പെടുത്തിയ ഘട്ടത്തിൽ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ശ്രീരാമൻ ഉണ്ടോ എന്ന് ചോദിച്ച ആൾക്കാരാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഭരണത്തിലുള്ളത്. അവർ കാണുന്നുണ്ടോ ഈ ആൾക്കൂട്ടവും അവിടെ നടക്കുന്ന കാര്യങ്ങളുമൊക്കെ? തീർച്ചയായിട്ടും ഗൗതം, പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ DMK ഇതിന് ഓടകം തന്നെ പല തവണ ഇതിനെ അപഹസിച്ചുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, രാമേശ്വരത്തേക്ക് പ്രധാനമന്ത്രി എത്തിയപ്പോൾ അന്ന് തമിഴകത്തിന്റെ മുഖ്യമന്ത്രി അന്ന് ആ ഭാഗത്തേക്ക് കടന്നു ചെല്ലുക പോലും ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം അന്ന് ഊട്ടിയിലെ ഒരു പരിപാടിയിലായിരുന്നു പങ്കെടുത്തിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഏതായാലും ഇന്നത്തെ പരിപാടിയിലേക്കും സ്റ്റാലിൻ എത്തുന്നില്ല എന്നുള്ള പ്രത്യേകതയുണ്ട്. അതിന് സ്റ്റാലിൻ കാരണമായിട്ട് പറയുന്നത് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഏതായാലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇല്ലെങ്കിലും സ്റ്റാലിൻ ഇത്തരത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോൾ ആ പരിപാടികളിലേക്ക് എത്താറില്ല എന്നുള്ളതാണ് മുൻപത്തെ ചരിത്രം, അല്ലെങ്കിൽ മുൻപ് നടന്ന സംഭവങ്ങളൊക്കെ നമുക്ക് നോക്കിക്കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, ഈ തമിഴക രാഷ്ട്രീയത്തെ, തമിഴകത്തെ വലിയ രീതിയിലുള്ള ദുരാഷ്ട്രവാദം ഉയർത്തിക്കൊണ്ട് തമിഴ് മക്കളെ തമിഴ് ഭാഷയുടെ പേരിൽ, അതല്ലെങ്കിൽ തമിഴ്നാട് എന്നുള്ളത് ഭാരതത്തിലെ ഒരു ഭാഗമേ അല്ല, തമിഴ്നാട് മറ്റൊരു നാടാണ് എന്ന തരത്തിൽ നിരന്തരം പ്രസംഗങ്ങളും അതുപോലെ തന്നെ നിരന്തരം അതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളും സമ്മേളനങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്ന ഒരു മണ്ണ്, ആ മണ്ണിലേക്കാണ് നരേന്ദ്രമോദി തുടർച്ചയായി എത്തുന്നത്. അതിൽ തന്നെ ഇന്നത്തെ ഈ സന്ദർശനം എന്നുള്ളത് എന്തുകൊണ്ട് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ശ്രീരാമൻ ഉണ്ടോ എന്ന് ചോദിച്ച, ശ്രീരാമൻ എന്നത് കേവലം കാൽപ്പനിക കഥാപാത്രമാണെന്ന് പറഞ്ഞ